ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ സൺഡേ ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് അത് നടന്നില്ല. പിന്നെ ദോശ ഇടുമ്പോൾ തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നല്ല മുരിഞ്ഞ ദോശ അച്ചാറൊക്കെ കൂട്ടിയടിച്ച് നമ്മളെപ്പോൾ കഴിക്കാൻ നേരം വരുന്ന ഒരാളാണ് കേട്ടോ ഇത്. അമ്പാനെന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ നിന്ന് പുളി പറിക്കാനായിട്ട് മരത്തേക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ മേളിൽ അച്ഛൻ ഇരിക്കുന്ന കാണാൻ പറ്റും. അച്ഛൻ ഇങ്ങനെ പണ്ടോട്ട് ഇങ്ങനെ മരത്തിലൊക്കെ കയറുന്ന ശീലമാണ്. പിന്നെ നമ്മളും കൂടി പുളിയൊക്കെ പെറുക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ നല്ല പുളിയൊക്കെ ഇട്ടുന്നത് കടിച്ചു പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. പണ്ടോട്ടേ തന്നെ ഒരു സംഭവമാണല്ലോ ഈ പുളി തിന്നുക എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ തിന്നും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയൊക്കെ വന്നു, അച്ഛൻ വന്നു, എല്ലാവരും കൂടെ ഇങ്ങനെ പുളിയൊക്കെ പറക്കി നിറച്ച്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റുക്കുവിന് വേണ്ടിയിട്ട് കുറച്ച് കാരറ്റ് മരലൊക്കെ പറിച്ച്. ഇതാണ് റുക്കു. ഞങ്ങൾ വന്നിട്ടിപ്പോൾ 2 മാസമൊക്കെ ആയതേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൂട്ടുകാരി വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ബാ നമുക്ക് നാഗപ്പാറ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ കൂടെ നാഗപ്പാറയിലൊക്കെ പോയി. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ താഴോട്ട് വയ്ക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ നിറച്ച് പുല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. ഗൈസ്, ഇതെന്താണെന്ന് പറയുന്നത് ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കഞ്ചാവല്ല എന്തായാലും. ഞാൻ പറഞ്ഞതിൻ്റെ മുമ്പേ ഒരു പുഴ, അതാണ് ഈ കാണുന്നത്. വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വറ്റി ഉണങ്ങി കിടക്കുന്നത്. അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന കുറേ ഏരിയയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ അവിടെ കുറേ കുരങ്ങന്മാരെ ഇങ്ങനെ കണ്ടു. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടിപ്പോയി. ക്യാമറ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഒരു 4:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് പത്തനാട്, എൻ്റെ വീട് പത്തനാടാണ്. അപ്പോൾ അവിടെ ഒരു ഗാനമേളയും സംഭവമൊക്കെ ഉണ്ടായിരുന്നു, വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം ഗാനമേളയൊക്കെ കേട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. കൊച്ചിൻ യൂണിറ്റ് അങ്ങനെ അതുകൊണ്ട് പറയുന്ന ഒരു ഗാനമേള ടീമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ടോപ്പ് സിംഗറിലെ വൈഷ്ണവി പണിക്കറുടെയൊക്കെ ഗാനമേള ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ശുഭദിനം.